ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണോ ഗുരുവായൂർ? എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? നമസ്കാരം. കൊടുങ്ങല്ലൂരമ്മയുടെ നടയിൽ നിന്ന് ഗുരുവായൂരപ്പന്റെ നടയിലേക്കുള്ള എന്റെ ഈ വരവ് ഭഗവാൻ ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഈ ഗുരുവായൂരപ്പന്റെ മണ്ണ് അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും കൈകളിലാണ്. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണോ ഗുരുവായൂർ? എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? അരനൂറ്റാണ്ട് കാലത്തെ അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും തടവറയിൽ നിന്നോ ഈ ഗുരുവായൂരപ്പന്റെ മണ്ണിനെ മോചിപ്പിക്കാനാണ് എന്നെ ഗുരുവായൂരപ്പൻ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം. നമസ്കാരം. നമസ്കാരം. ഗുരുവായൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ കേരളത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. B ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയുമാണ്. ആരാധനാലയങ്ങളെയോ മതവിശ്വാസങ്ങളെയോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കരുത് എന്ന ചട്ടം ഗോപാലകൃഷ്ണൻ ലംഘിക്കുന്നു എന്നാണ് കപട മതേതരവാദികളുടെ വാദം. സത്യത്തിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് കൊള്ളേണ്ടവർക്ക് കൊള്ളേണ്ടതുപോലെ കൊണ്ടു എന്നതാണ് യാഥാർത്ഥ്യം. ഈ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ചില മാധ്യമങ്ങളും ഈ പ്രസ്താവനയിൽ വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത്. മതസ്ഥാപനങ്ങളെയോ ആരാധനാലയങ്ങളെയോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കരുത്, മതം പറഞ്ഞ് വോട്ട് തേടുകയും ചെയ്യരുത്. ഈ ചട്ടം പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ സത്യം പറയാൻ ഈ ചട്ടങ്ങൾ എങ്ങനെയാണ് തടസ്സമാകുന്നത്? തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്തിലെ ഒരു നിയമവും സത്യം പറയാൻ ഒരു തടസ്സമല്ല. ഗോപാലകൃഷ്ണൻ പറഞ്ഞത് 100% അടിസ്ഥാനമുള്ള സത്യമാണ്. ഗുരുവായൂർ ക്ഷേത്രം അവഗണനയുടെ കൊടുമുടിയിലാണ്. ഒരു ക്ഷേത്രത്തിൽ നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഭരണകൂടത്തിന്റെ അനുമതിയോടുകൂടി അവിടെ നടക്കുന്നുണ്ട്. അതിനെതിരെ ഉയർന്ന ശബ്ദങ്ങളെയൊന്നും ജനപ്രതിനിധികൾ ഇന്നേ വരെ ശ്രദ്ധിച്ചിട്ടില്ല. ആ അവഗണന തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നതിൽ ഒരു ചട്ടങ്ങളും തടസ്സമല്ല. മുൻ ജനപ്രതിനിധികൾ ഗുരുവായൂർ ക്ഷേത്രത്തെ അവഗണിച്ചു. അതിന് മതപരമായ കാരണങ്ങൾ ഉണ്ടാകാം. എന്നാൽ താൻ വിജയിച്ചാൽ ഈ അവഗണന മാറ്റുമെന്നാണ് ഗോപാലകൃഷ്ണൻ ജനങ്ങളോട് പറഞ്ഞത്. അല്ലാതെ താൻ ഗുരുവായൂർ ക്ഷേത്രം മാത്രമേ നോക്കുകയുള്ളൂ എന്നും മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളെ അവഗണിക്കുമെന്നുമൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. പ്രളയത്തിന്റെയും കോവിഡിന്റെയും മറവിൽ കേരളത്തിലെ സർക്കാർ ഗുരുവായൂരപ്പന് ഭക്തർ സമർപ്പിച്ച കാണിക്കയിൽ നിന്ന് കൈയിട്ട് വാരിയത് 1ഉം 2ഉമല്ല 10 കോടി രൂപയാണ്. കാണിക്ക ഗുരുവായൂരപ്പൻ അവകാശപ്പെട്ടതാണെന്നും സർക്കാരിനത് കൈയിട്ട് വാരാനോ ക്ഷേത്രം ഭരണസമിതിക്ക് അത് സർക്കാരിന് ദാനം ചെയ്യാനോ അവകാശമില്ലെന്നും എടുത്ത പണം പൈസ കുറയാതെ തിരിച്ചടയ്ക്കണമെന്നും ഹൈക്കോടതി വിധിച്ചിട്ട് എത്ര വർഷങ്ങളായി. ഇന്ന് ഈ നിമിഷം വരെ സർക്കാർ ഈ കോടതി വിധി അനുസരിച്ചിട്ടില്ല. ആ പണം തിരികെ അടച്ചിട്ടില്ല. ഇത് ഗുരുവായൂരിൽ നടക്കുന്ന അമ്പലക്കൊള്ളയ്ക്ക് ഒരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ കൊള്ളകൾ പലവിധം നടന്നിട്ടും സ്ഥലത്തെ ജനപ്രതിനിധി ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. ഈ അവഗണന മാറണമെന്നാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ പറയാൻ ഏത് ചട്ടമാണ് ഇവിടെ തടസ്സം നിൽക്കുക? ഏതെങ്കിലും ഒരു മതവിഭാഗം രാഷ്ട്രീയമായി അവഗണന നേരിടുന്നുണ്ടെങ്കിൽ ആ അവഗണന തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ എന്ത് തടസ്സമാണ് ഇവിടെയുള്ളത്? ഹിന്ദു MLA എന്ന വാക്കാണ് പ്രശ്നമെങ്കിൽ അതെങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ കഴിയും. പരാതി ഒരു പ്രശ്നമല്ലെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നുമാണ് ഗോപാലകൃഷ്ണന്റെ നിലപാട്. തെറ്റ് ചെയ്യാത്തവർ അയോഗ്യതയെ ഭയക്കേണ്ട കാര്യമില്ല. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പറയുന്നവർക്ക് അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കാൻ സമയമുണ്ടാകില്ലെന്നും അതിന് ഗുരുവായൂരിൽ ഹിന്ദു MLA വേണമെന്നും പറയുമ്പോൾ B ഗോപാലകൃഷ്ണൻ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് വർഷങ്ങളായി ആ സമൂഹം നേരിടുന്ന അവഗണനയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമാണല്ലോ. ഇത് തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് BJP മാത്രമല്ല. BJPയേക്കാൾ ഒരു പടി മുന്നിൽ ശബരിമല വിഷയം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കളാണ് B ഗോപാലകൃഷ്ണനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പരാതിയുമായി പോയിരിക്കുന്നത് എന്നതാണ് വിചിത്രമായ കാര്യം. ശബരിമലയിലെ കൊള്ള വിഷയമാക്കാമെങ്കിൽ ഗുരുവായൂരിലെ കൊള്ള എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിഷയമായിക്കൂടാ? അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ സമാനമായ ഒരു കാര്യം എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരാൾ വർഗീയവാദിയാകുന്നില്ല. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെയും ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെയും വർഷങ്ങളായി നിർത്തുന്നത് ഈ പരാതി ഉന്നയിക്കുന്ന ഇതേ മതേതര മുന്നണികൾ തന്നെയാണ്. പാലക്കാട് മണ്ഡലത്തിൽ NMR റസാഖിനെ ഇടത് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ എന്താണ് പറഞ്ഞത്? അവർ അസ്വസ്ഥമായത് എന്തുകൊണ്ടാണ്? സ്ഥാനാർത്ഥി ദുർബലനാണെന്നാണ് കോൺഗ്രസ് വാദിക്കുന്നത്. ദുർബലനായതല്ല സത്യത്തിൽ കോൺഗ്രസിന്റെ പ്രശ്നം. സ്ഥാനാർത്ഥി മുസ്ലിം ആയതാണ് അവരുടെ പ്രശ്നം.
തങ്ങൾക്കനുകൂലമായി പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാതെ വിഘടിച്ചു പോകുമെന്നതാണ് അവരുടെ വിഷയം. സത്യത്തിൽ ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകേണ്ടത്. ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് വസ്തുതയാണെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ തന്നെ ഗുരുവായൂരിലെ കൊള്ളയും ഒരു വിഷയമാണെന്നും ശക്തമായി BJP സംസ്ഥാന നേതൃത്വവും പറഞ്ഞിരിക്കുന്നു. നിലപാടിൽ നിന്നും പിന്നോട്ട് പോകാത്ത ബി ഗോപാലകൃഷ്ണന് ഗുരുവായൂരിൽ ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.